സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇത്തരത്തിൽ അതിന്റെ വെള്ളം വരുന്നത് കാണാൻ പറ്റും. ഈ വാട്ടർ എന്ന് പറയുന്നത് ഇത് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡീഫ്രോസ്റ്റ് ബട്ടൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിലത്തെ ഐസ് കാര്യങ്ങളൊക്കെ മെൽറ്റ് ആയിട്ട് ഇതിന്റെ ഈ ഒരു ട്രേ ഉണ്ട്. ഈ ട്രേ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു ട്രേ നമുക്ക് എടുക്കാം. ഈ ഒരു ട്രേ എടുക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അതിന്റെ ആ ഒരു ഹോൾസ് വരുന്നത്. ഈ ഒരു ഹോൾസിൽ കൂടെ ഇതിന്റെ ബാക്കിലത്തെ ട്രയലേക്ക് ആയിരിക്കും വരാം. അതായത് നമുക്ക് ഇവിടെ ഒരു ഹോള് കാണാൻ പറ്റും. ഇതുപോലെ ബ്ലോക്ക് ആയിരിക്കും. ഇത് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ എന്ത് വരും? ഈ വെള്ളം ഫുള്ളും നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ ഇത്തരത്തിൽ വരും. ഇങ്ങനെ വരുമ്പോൾ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ റസ്റ്റ് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യണതിന് മുമ്പായിട്ട് ഇത്തരത്തിലൊക്കെ ഇതിന്റെ ക്ലീനിങ് ചെയ്തതിനു ശേഷം മാത്രം ഡീഫ്രോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ വെള്ളമായിട്ട് ഫ്രിഡ്ജ് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് ഇതിന്റെ ബാക്ക് ട്രേ വരുന്ന സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിന്റെ വേസ്റ്റേജ് വെള്ളം നമുക്ക് വരാം. ഇപ്പൊ ഇതിൽ ഓൾറെഡി കാലിയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ആ ഭാഗത്ത് ബ്ലോക്ക് ആയിരുന്നുകൊണ്ട് ഈ ഒരു വേസ്റ്റേജ് ട്രേയിലേക്ക് ആ വേസ്റ്റ് വെള്ളം വന്നിരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഡീഫ്രോസ്റ്റ് ചെയ്യുക. അപ്പോഴാണ് പ്രോപ്പറായിട്ട് ഈ ഒരു ട്രേയിലേക്ക് വേസ്റ്റേജ് വെള്ളം വരുള്ളൂ. ഇത്തരത്തിൽ ഈ ഒരു ഭാഗം ക്ലീനിങ് ചെയ്ത് വെക്കുക. ക്ലീനിങ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഡീഫ്രോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിന്റെ ബാക്ക് ട്രേയിലേക്ക് ഇതിന്റെ ആ വെള്ളം വേസ്റ്റേജ് വെള്ളം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ പുതിയതായിട്ടൊരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങി ഉപയോഗിക്കുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.